അവർ എന്തായിട്ട് മാറുകയാണ്? ബിനാമീസ് ആയിട്ടാണ് മാറുന്നത്. ഇൻകം ടാക്സിനെ പറ്റി ചിന്തിക്കുക. അപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അവിടെ ഒരു വലിയ ലോസ് എന്താണെന്ന് വെച്ചാൽ ഈ ബിസിനസ് കഴിഞ്ഞ നമസ്കാരം. പൊതുവെ ബിസിനസ് തുടങ്ങുന്ന ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു മിസ്റ്റേക്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഏത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിലും നമുക്ക് കൃത്യമായ പ്ലാനിങ് ഉണ്ടാവണം, അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ കണ്ടൻറ്റ് നമ്മൾ റൈറ്റ് ചെയ്യാറുണ്ട്. അതിനനുസരിച്ചിട്ടായിരിക്കും പ്ലാൻ ചെയ്തിരിക്കും നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാറ്. അതുപോലെ ബിസിനസ് ചെയ്യുകയാണെങ്കിലും വ്യക്തമായ ഒരു ഐഡിയ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ആരാണ് നിങ്ങളെ പാർട്ട്നേഴ്സ് എന്നും, അതേപോലെ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നും, എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതും, അങ്ങനെ എല്ലാത്തിനെക്കുറിച്ചും ഒരു വ്യക്തമായ ധാരണ ഉണ്ടാവും. പക്ഷേ എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ അക്കൗണ്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഘടനയായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ പാർട്ട്നേഴ്സായിട്ടായിരിക്കും ബിസിനസ് തുടങ്ങുക. അതായത് ചിലപ്പോൾ 2 പേരായിരിക്കാം, ചിലപ്പോൾ 4 പേരായിരിക്കാം, അങ്ങനെ പാർട്ട്നേഴ്സ് ഉള്ള ബിസിനസ് ആണെന്ന് വിചാരിക്കാം. അത്തരം ആൾക്കാർ ചെയ്യുന്ന ഒരു വലിയ തെറ്റെന്താണെന്ന് വെച്ചാൽ ആദ്യം ഏതെങ്കിലും ഒരു പാർട്ട്ണറുടെ പേരിലായിരിക്കും ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഇവരെല്ലാവരും കൂടി ജോയിൻ്റ് അക്കൗണ്ട് ആയിരിക്കും ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിലുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരാളുടെ പേരിലാണ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ബാക്കി 3-4 പാർട്ട്നേഴ്സ് അവർ പുറത്താണ് നിൽക്കുന്നത്. അവരുടെ പേരിൽ ഒരു കാര്യങ്ങളും ഇല്ല. അവർ എന്തായിട്ട് മാറുകയാണ്? ബിനാമീസ് ആയിട്ടാണ് മാറുന്നത്. കാരണം പേപ്പറിൽ ആരുടെ പേരും ഇല്ല, ഒരാളുടെ പേര് മാത്രമേ ഉള്ളൂ. അത് ഒരു വലിയ തെറ്റ് തന്നെയാണ്. അതുമാത്രമല്ല, ഇത് നിയമം അല്ലെങ്കിൽ പോലും അടുത്തൊരു പ്രശ്നം, ഈ ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ നാളെ ബിസിനസ്സൊക്കെ വലുതാവുന്ന സമയത്ത് എല്ലാം എൻ്റേതാണെന്ന് പറയാം, മറ്റ് പാർട്ട്നേഴ്സിനൊന്നും യാതൊരു അധികാരമൊന്നും ഇല്ല എന്നും പറയാം. കാരണം എന്താ വെച്ചാൽ ഒരു ഡോക്യുമെൻ്റ് എവിഡൻസും അതിന് സാക്ഷിയായിട്ടില്ല. ഇനി നേരെ തിരിച്ചു ആവാം, സ്ഥാപനം വലിയ രീതിയിൽ നഷ്ടത്തിലേക്ക് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും ആ ബാധ്യത ഏറ്റെടുക്കണമെന്നില്ല. കാരണം അവിടെയും ഡോക്യുമെൻ്ററി എവിഡൻസ് ഇല്ല. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഒരു ബിസിനസ് സ്ട്രക്ചർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ പാർട്ണർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കമ്പനി വേണോ, LLP വേണോ, പാർട്ണർഷിപ്പ് വേണോ, ഏതാണ് ഏറ്റവും നല്ല ബിസിനസ് സ്ട്രക്ചർ എന്ന്. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സ്ട്രക്ചറിലാണ് പോകേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ബിസിനസ് സ്ട്രക്ചർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൊക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ വാടകയ്ക്കാണ് ബിൽഡിംഗ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അഡ്വാൻസ് എമൗണ്ട് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റത്തെ റെൻറ്റ് കൊടുക്കണം. അതുപോലെ കുറേ ഫർണിച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വാങ്ങുകയൊക്കെ വേണം. അല്ല, ഇനി സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ലാൻഡ് പർച്ചേസ് ചെയ്യണം. അതുപോലെ അതിനുശേഷം കൺസ്ട്രക്ഷൻ നടത്തണം. പിന്നെ ഇതേപോലെ ഫർണിച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വാങ്ങണം. അപ്പം ഇതെല്ലാം ചെയ്യുന്നത് ഒന്നെങ്കിൽ ഈ പാർട്ട്നേഴ്സിൻ്റെ സ്വന്തം പേരിലായിരിക്കും, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരാളുടെ പേരിലായിരിക്കും. അപ്പം ഇതിനൊക്കെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും സ്ഥാപനത്തിൻ്റേതാവില്ല. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ പറയുന്നത് ഒരു ബിസിനസ് സ്ട്രക്ചർ വേണം എന്നുള്ള കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങളിതെല്ലാം കഴിഞ്ഞതിന് ശേഷം 1 കൊല്ലം കഴിഞ്ഞിട്ട് ചിലപ്പോൾ 1.5 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ഇൻകം ടാക്സിനെ പറ്റി ചിന്തിക്കുക. അപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക കമ്പനിക്ക് ഒരു വ്യക്തമായ അക്കൗണ്ടിങ് സിസ്റ്റമോ അക്കൗണ്ട്സോ ഇല്ല എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ അക്കൗണ്ട്സിന് വേണ്ടി ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ കുറേ പർച്ചേസ് ചെയ്തിട്ടുണ്ടാകും. അവിടെ ഒരു വലിയ ലോസ് എന്താണെന്ന് വെച്ചാൽ ബിസിനസ് തുടങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ മുകളിൽ നിങ്ങൾ GST അടയ്ക്കണം. അതായത് GST രജിസ്ട്രേഷൻ ലിമിറ്റ് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. സർവീസ് മേഖലയാണെങ്കിൽ 20 ലക്ഷവും, അതാ നിങ്ങൾ വിൽപ്പനയാണെങ്കിൽ പ്രൊഡക്റ്റുകൾ വിൽക്കുകയാണെങ്കിൽ 40 ലക്ഷവുമാണ്. അപ്പോൾ നിങ്ങൾ ആ പ്രൊഡക്റ്റിൻ്റെ മുകളിൽ GST കളക്ട് ചെയ്ത് നിങ്ങൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണം. അപ്പം ഇതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? പലതരം ഫർണിച്ചേഴ്സ്, ചെയേഴ്സ്, അതുപോലെ തന്നെ പല കാര്യങ്ങളും വാങ്ങിയിട്ടുണ്ടാവും. അതേപോലെ സ്റ്റേഷനറി കാര്യങ്ങൾ, ഇതിൻ്റെ മുകളിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്തു? ടാക്സ് കൊടുത്തിട്ടും ഉണ്ടാവും. അങ്ങനെ കൊടുക്കുന്ന ടാക്സിനെ നമ്മൾ പറയുന്നത് ഇൻപുട്ട് ടാക്സ് എന്നാണ്, അതായത് ITC എന്ന് പറയും. ഈ ടാക്സൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. കാരണം നിങ്ങൾ വാങ്ങിയിരിക്കുന്നത് എന്താണ്? നിങ്ങളെ പേഴ്സണൽ പേരിലായിരിക്കും, അല്ലെങ്കിൽ ആ 3 ആൾക്കാർ കൂടിയ ജോയിൻ്റ് അക്കൗണ്ടിൻ്റെ പേരിലായിരിക്കും നിങ്ങൾ അതിൻ്റെ പേയ്മെൻറ്റൊക്കെ കൊടുത്തിട്ടും ഉണ്ടാവുക. അപ്പോൾ നിങ്ങളെ സ്ഥാപനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ല, GST എടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ സെയിൽ വരുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ GST എടുക്കണം, നിങ്ങൾ ഗവൺമെൻറ്റിലേക്ക് GST അടയ്ക്കണം. എല്ലാം ആകുമ്പോൾ ഒരു വലിയ നഷ്ടം തന്നെയാണ് വരുന്നത്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബിസിനസ്സിനെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ അതിൻ്റെ സ്ട്രക്ചർ ഏതാണെന്നും കൂടിയും സെലക്ട് ചെയ്യുക. അതായത് നിങ്ങൾ കമ്പനി വേണോ, LLP വേണോ എന്ന്. അതിനുശേഷം നിങ്ങൾക്ക് GST അപ്ലിക്കബിലിറ്റിയെ പറ്റി ചിന്തിക്കുക. GST രജിസ്ട്രേഷൻ വരികയാണെങ്കിൽ GST രജിസ്ട്രേഷൻ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ടാക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ സെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ അടയ്ക്കുന്ന മൊത്തം തുകയും, അതായത് ടാക്സായിട്ട് കളക്ട് ചെയ്യുന്ന മൊത്തം തുകയും നിങ്ങൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടി വരില്ല. നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ആ ടാക്സ് ക്രെഡിറ്റ് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് കിഴിച്ച് ബാക്കി എമൗണ്ട് അടച്ചാൽ മതി. അപ്പം വ്യക്തമായ പ്ലാനിങ് ഇല്ലാതെ ബിസിനസ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഇത്തരം വലിയൊരു ലോസ് വരും. അപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക, നല്ലൊരു പ്ലാനിങ് ചെയ്യുക, എന്നിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങുക. സോ താങ്ക് യു.